ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ടാലോ, കാശ്മീരിൽ പോയതിൻ്റെ ഡേ 6, അതായത് നമ്മുടെ ലാസ്റ്റ് ഡേയിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ളൊരു ഡാൽ ലേക്കാണ്. അതായത് ഷിക്കാര റൈഡിങ്, അതായത് നമ്മുടെ ബാർഗിങ്ങും അതുപോലെ തന്നെ ബാട്ട സമ്പ്രദായമൊക്കെ നമുക്ക് ഈ ഒരു ലേക്കിൽ കൂടി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷിക്കാര റൈഡിങ് ആണ്. ഇത് നമ്മളൊരു മോർണിംഗ് 5:30 ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇറങ്ങിയാൽ ഇത് കാണാൻ പറ്റും, പക്ഷേ എങ്കിലും നമ്മൾ കുറച്ച് ലേറ്റായത് കാരണം നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ ലേക്കിൻ്റെ പ്രത്യേകത, ഈ കാശ്മീർ എന്ന് പറയുന്നതേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണുപ്പിൻ്റെ ഏരിയ ആണല്ലോ. അത്ര തണുപ്പായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബോട്ടിൽ ഓരോ റിസോർട്ട്സുകൾ പോലെ പണിത് വെച്ചിട്ടുള്ളത് കാണാനും കൊത്തുപണികളും അതുപോലെ തന്നെ പണ്ടത്തെ പുരാണ രീതികളിലുള്ള കൊട്ടാരം പോലത്തെ ആ ഒരു വ്യൂ വരുന്ന രീതിയിലുള്ള ഒരുപാട് റിസോർട്ട്സ് പോലെ കപ്പലിനെയും ബോട്ടിനെയും ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ കാശ്മീരിലൊക്കെ പോകുന്നവരാണെങ്കിൽ ലാസ്റ്റ് ഡേ വിസിറ്റ് ചെയ്ത് ഇതുപോലെ എൻജോയ് ചെയ്യാൻ നോക്കണം കേട്ടോ. പിന്നെ ഇവിടെയുള്ള പ്രത്യേകതകളെന്ന് വെച്ചാൽ, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗിൻ ചെയ്ത് വാങ്ങിക്കുന്ന ഒരു രീതി ഈ ഒരു ലേക്കിലുണ്ടായിരുന്നു. 5:30 വന്നാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. എന്നാലും കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതായിട്ട് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ വ്യൂവും ആംബിയൻസും ഈ ഒരു ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. നമുക്ക് എത്രത്തോളം കാണാൻ പറ്റും അത്രത്തോളം നോക്കി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടുകളെയാണ് അവർ ഓരോ ഫോറിനേഴ്സിനായാലും ടൂറിസ്റ്റിനായാലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്ര ഭംഗിയുള്ളതായിരുന്നു. ചെറിയ ചെറിയ കൊത്തുപണികളോട് കൂടിയുള്ള ഒരുപാട് ബോട്ടുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോകുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണേ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ബോട്ടിൽ അതായത് ചെറിയ ചെറിയ വഞ്ചികളിൽ ഓരോരുത്തർ തുഴഞ്ഞ് വന്ന് അതിനെ അവരുടെ ഫ്രഷ് ഫ്ലവേഴ്സ്, നമ്മളെ നാട്ടിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഫ്ലവേഴ്സ് ഇവരിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വഞ്ചിയിൽ ടീയും സ്നാക്സും ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കുന്ന വ്യൂസ് മൊത്തവും വീടുകൾ പോലെ തന്നെ ബോട്ടിൽ. ഞാനിത് ആവർത്തിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, ആ ഒരു വീട് പോലെ നമ്മൾ വിചാരിക്കും അതൊരു വീടാണ്, പക്ഷേ വീടല്ല, ആ ഒരു ബോട്ടിനെയും വഞ്ചികളെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ ഫോറിനേഴ്സ് ആയാലും അതുപോലെ തന്നെ അവരെല്ലാം ആ ഒരു ഷിക്കാര റൈഡിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ഇതൊക്കെ. അപ്പോൾ ടൂറിസ്റ്റ് ആയാലും ഫോറിനേഴ്സ് വന്നാലും എല്ലാവരും ഷിക്കാര റൈഡിങ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അവരെ ഫ്രഷ് ഫ്ലവർ അവർ ബാർഗിൻ ചെയ്ത് അവരെല്ലാം വിൽക്കുന്നുണ്ട്. വാങ്ങിക്കുന്നവരാണെങ്കിലും വാങ്ങിക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്നൊരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര കടുപ്പവും അവരുടെ രീതിയിൽ എന്തൊക്കെയോ മസാലകളൊക്കെ ചേർത്തിട്ടുള്ളൊരു കോഫിയായിരുന്നു. പിന്നെ കുടിച്ചു, രാവിലെ ആയതുകൊണ്ട് പിന്നെ കുടിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അങ്ങനെ ഷിക്കാര റൈഡിങ് ഒക്കെ കഴിഞ്ഞു. അവിടുത്തെ ബാട്ട സമ്പ്രദായങ്ങൾ കാണാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു, പക്ഷേ അത് പറ്റിയില്ല. എങ്കിലും ഏറെക്കുറെ ഡാലിലേക്ക് മൊത്തത്തിലൊന്ന് കറങ്ങി സെറ്റായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള, അതായത് ഡേ 1 മുതൽ ഡേ 6 വരെയുള്ള എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ്